അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരനെതിരെ നിയമപരമായി നീങ്ങാൻ ഒരു കൂട്ടം താരങ്ങൾ കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് മാറ്റിയത് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയെന്നാണ് നടിമാരുടെ ആരോപണം. മെമ്മറി കാർഡ് കയ്യിൽ വെച്ച് കുക്കു മറ്റ് നടന്മാരെ വരുതിക്ക് നിർത്താൻ ഉപയോഗിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ബിനില്, ഇത് മലയാള സിനിമയെ പിടിച്ചുകുലുക്കുന്ന ഒരു രണ്ടാമത്തെ മെമ്മറി കാർഡായി ഇത് മാറുമോ എന്നുള്ളതാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കുക്കു പരമേശ്വരൻ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഒരു വിഭാഗം നടിമാർ രംഗത്ത് വന്നിരിക്കുന്നതും അവർ പറയുന്നത് നടിമാരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞു വെച്ച മെമ്മറി കാർഡ് അത് കുക്കു പരമേശ്വരൻ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. നടന്മാരെ എല്ലാം വരുതിക്ക് വരുത്താൻ ഈ കുക്കു പരമേശ്വരൻ ഈ മെമ്മറി കാർഡ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടിമാർ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി നീങ്ങണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരികയാണ്. നിയമപരമായി തന്നെ നീങ്ങാൻ തന്നെയാണ് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇപ്പോൾ അമ്മ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സാഹചര്യമാണ്. ഈ സമയത്ത് കുക്കു പരമേശ്വരൻ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അവർക്കെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. നടിമാരെ അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞപ്പോൾ അക്കാര്യം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും പിന്നീട് അത് പുറത്തുവിടാതെ ഇതൊക്കെ ചോദ്യം ചെയ്ത് നടിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അവർ വീണ്ടും അക്കാര്യം ഉന്നയിക്കുകയാണ്. ഈ മെമ്മറി കാർഡിൽ തങ്ങളുടെ ദുരനുഭവങ്ങളുണ്ട്. ആ ദുരനുഭവങ്ങൾ വെച്ചുകൊണ്ട് നടന്മാരെ വരുതിക്ക് വരുത്താൻ കുക്കു പരമേശ്വരൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും കുക്കു പരമേശ്വരനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റിയുടെ പേര് പറഞ്ഞായിരുന്നു പല നടിമാരെ കൊണ്ടും അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയിച്ചത്. പിന്നീട് അത് പുറം ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രഹസ്യ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവയും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ബിനില്, ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്. പോലീസിന്റെ അന്വേഷണം കൂടി ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ്.